അത് തന്നെയാണ് പറഞ്ഞത്. അവർ ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ. പക്ഷേ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന്. അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കുകയും അവർ ചെയ്തത്. ഇല്ല, അത് നമുക്കറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത്. പക്ഷേ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകതരം ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഏതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചിറക്കുകയും പിന്നെ നമ്മളെപ്പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ദിയ എടുത്ത്. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്നത് കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്. ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTVയുടെ എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല. അപ്പം അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇവരെന്ത് രീതിയിൽ എന്തൊക്കെ ഇപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയതിനെ അവരത് മാറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു. നമുക്ക് സ്ഥലം അറിയില്ല. ഞങ്ങളുടെ പൈസയാണ് കൊടുത്തത്. അവർ മേടിക്കുന്നത് ഞാൻ ജോലി എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യനെയൊക്കെ പുറത്ത് വിടണം. കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം നമ്മളെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. രാവിലെ 11 മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി 6:45 ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചു. അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു. പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തിൽ അപ്പം എൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളതായിരുന്നു. അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അതിൻ്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുത്തതാണ്.